നമസ്കാരം. BBC ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ഏരീസ് കലാനിലയത്തിന്റെ ആഭിമുഖ്യത്തിൽ രക്തരക്ഷ തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു. തൊടുപുഴ MLA PJ ജോസഫ് പ്രദർശനോദ്ഘാടനം നിർവഹിച്ചു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പുനരധിവാസത്തിനായി കേരളത്തിന് സഹായം നൽകാത്ത കേന്ദ്ര സർക്കാർ സമീപത്തിനെതിരെ LDF നേതൃത്വത്തിൽ തൊടുപുഴയിൽ പോസ്റ്റൽ സൂപ്രണ്ട് ഓഫീസിന് മുന്നിലേക്ക് മാർച്ചും ധർണയും നടത്തി. CPI കേന്ദ്ര എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് K പ്രകാശ് ബാബു ഉദ്ഘാടനം ചെയ്തു. നക്ഷത്ര വിപണിയിൽ തരംഗമാകാൻ നിയോൺ സ്റ്റാറുകൾ എത്തി. റിമോട്ട് ഉപയോഗിച്ച് വ്യത്യസ്ത നിറങ്ങളിലും ഡിസൈനുകളും തെളിയിക്കാം എന്നതാണ് നിയോൺ സ്റ്റാറുകളുടെ പ്രത്യേകത. 35 അടി ഉയരമുള്ള ക്രിസ്മസ് ട്രീ നിർമ്മിച്ച വാഴക്കുളം ചാവറ ഇന്റർനാഷണൽ അക്കാദമി. കാടുവിട്ട് നാട്ടിലേക്ക് ഇറങ്ങിയ കാട്ടുപന്നികളൊടുവിൽ നഗരത്തിലുമെത്തി. തൊടുപുഴ ടൗണിലാണ് ബുധനാഴ്ച രാത്രിയിൽ കാട്ടുപന്നികളെ കണ്ടെത്തിയത്. വാർത്തകൾ വിശദമായി. തൊടുപുഴ നഗരത്തെ ഭീതിയിലാഴ്ത്തി പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും അടങ്ങാത്ത പകയും പ്രതികാരവുമായി അവൾ എത്തുന്നു. മനുഷ്യസിരകളിൽ ഭയവും ഉദ്യോഗവും വാരിവിതറി ഏരീസ് കലാനിലയത്തിന്റെ രക്തരക്ഷ നിറഞ്ഞ സദസ്സിൽ പ്രദർശനം ആരംഭിച്ചു. തൊടുപുഴ MLA PJ ജോസഫ് പ്രദർശനോദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴ നഗരത്തെ ഭീതിയിൽ ആഴ്ത്തി പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും അടങ്ങാത്ത പകയും പ്രതികാരവുമായി അവളെത്തുന്നു. മനുഷ്യസിരകളിൽ ഭയവും ഉദ്വേഗവും വാരിവിതറി ഏരീസ് കലാനിലയത്തിന്റെ രക്തരക്ഷസ് നിറഞ്ഞ സദസ്സിൽ പ്രദർശനം ആരംഭിച്ചു. തൊടുപുഴ MLA PJ ജോസഫ് പ്രദർശനോദ്ഘാടനം നിർവഹിച്ചു. തുടക്കത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. 2004 ചില മാറ്റങ്ങൾ വരുത്തി ഇവിടെ അവതരിപ്പിച്ച അവസരത്തിനും പോരാടിയിരുന്നു. പിന്നെ 2019 24 ഇവിടെ പറഞ്ഞതുപോലെ അംഗപ്രഭാവം പറഞ്ഞതുപോലെ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് പരിഷ്കാരങ്ങൾ വരുത്തിക്കൊണ്ട് രക്തരക്ഷസ് 1 എന്നുള്ളത് അവതരിപ്പിക്കുകയാണ്. ഒരു പ്രസംഗത്തിന് യാതൊരു പ്രസക്തിയില്ല. തൊടുപുഴയിലെ ജനങ്ങൾക്കൊരു വിരുന്നൊരുക്കിയിരിക്കുകയാണ്. ഞാൻ കലാനിലയത്തിലെ കലാകാരന്മാരെല്ലാം അഭിനന്ദിക്കുന്നു. നായരെ നന്ദിപൂർവ്വം സ്മരിക്കുന്നു. ഏവർക്കും എൻ്റെ അഭിവാദ്യം. നാടകരംഗത്തിന് സമർപ്പിക്കുവാൻ മറ്റൊരു വേദിയില്ല എന്ന് തന്നെ പറയാം. ഒരുപാട് കലാകാരന്മാർ ഇതിലൂടെ വന്ന ഉയരങ്ങളിലേക്ക് പോയി. ഇനി വരും തലമുറയിൽ ഒരുപാട് കലാകാരന്മാർ ഇതിലൂടെ കടന്നു വരട്ടെ. സിനിമ എന്ന മായിക ലോകത്തിലേക്ക് എത്തിപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. തൊടുപുഴ വീണ്ടും രക്തരക്ഷ പ്രദർശിക്കാൻ പോവുകയാണ്. തീർച്ചയായിട്ടും ഇന്ന് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലൂടെ വീണ്ടും രക്തരക്ഷസും ഒരുപാട് ചർച്ചയ്ക്ക് വിധേയമാകട്ടെ. ഇതൊരു പുതിയ അനുഭവമാണ്. പഴയതുപോലെയല്ല. നല്ല എയർ കണ്ടീഷൻ അറ്റ്മോസ്ഫിയറിൽ പുതിയ ശബ്ദ സൗകുമാര്യത്തോടുകൂടി അവതരിപ്പിക്കുകയാണ്. ഇനി നാടകം കണ്ട് അനുഭവിക്കേണ്ടതാണ്. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഇതായിട്ട് താങ്ക് യു. മുനിസിപ്പൽ ചെയർപേഴ്സൺ സബീന ബിഞ്ചു മുഖ്യാതിഥിയായി പങ്കെടുത്തു. വൈകിട്ട് 6 മുതൽ 9 വരെയാണ് പ്രദർശന സമയം. ഒരു ദിവസം 2 പ്രദർശനങ്ങൾ ഉണ്ടാകും. 750, 500, 200 എന്നിങ്ങനെയാണ് ടിക്കറ്റ് നിരക്ക്. AC ഓഡിറ്റോറിയത്തിൽ എക്സിക്യൂട്ടീവ് ക്ലാസ്സിൽ പുഷ്പായ്ക്ക് ഇരിപ്പിടങ്ങളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് സൗകര്യവുമുണ്ട്. ഡിസംബർ 5 മുതൽ ജനുവരി 5 വരെ വെങ്ങലൂർ കോലാനി ബൈപ്പാസിൽ പുളിമുട്ടൽ ഗ്രൗണ്ടിലാണ് പ്രദർശനം നടക്കുന്നത്. സകലദേവിതൻ ചിത്രഗോപുരങ്ങളെ സകലദേവിതൻ ചിത്രഗോപുരങ്ങളെ
ബ്യൂറോ, തൊടുപുഴ. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പുനരധിവാസത്തിനായി കേരളത്തിന് സഹായം നൽകാത്ത കേന്ദ്ര സർക്കാർ സമീപത്തിനെതിരെ LDF നേതൃത്വത്തിൽ തൊടുപുഴ പോസ്റ്റൽ സൂപ്രണ്ട് ഓഫീസിന് മുമ്പിലേക്ക് മാർച്ചും ധർണയും നടത്തി. CPI കേന്ദ്ര എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് K. പ്രകാശ് ബാബു ഉദ്ഘാടനം ചെയ്തു. LDF ജില്ലാ കൺവീനർ K. സലീം കുമാർ അധ്യക്ഷത വഹിച്ചു. വയനാട് ദുരന്തം കഴിഞ്ഞ് 4 മാസം പിന്നിട്ടിട്ടും കേരളത്തിന് ഒരു സഹായവും ചെയ്യാത്ത കേന്ദ്രത്തിന്റെ പകപോക്കൽ സമീപനത്തിനെതിരെ സംസ്ഥാന വ്യാപകമായി LDF നടത്തുന്ന പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായി തൊടുപുഴ പോസ്റ്റൽ സൂപ്രണ്ട് ഓഫീസിലേക്ക് LDF നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി. മറ്റു സംസ്ഥാനങ്ങളിൽ പ്രകൃതിക്ഷോഭം ഉണ്ടാകുമ്പോഴൊക്കെ വാരിക്കോരി സഹായിക്കുന്ന കേന്ദ്രം കേരളത്തോട് രാഷ്ട്രീയ വൈരം തീർക്കുകയാണെന്ന് നേതാക്കൾ ചൂണ്ടിക്കാട്ടി. CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് K. പ്രകാശ് ബാബു ഉദ്ഘാടനം നിർവഹിച്ചു. വയനാട് ജില്ലയിലുണ്ടായ അതിദാരുണമായ ഉരുൾപൊട്ടലും തുടർന്നുണ്ടായ സംഭവവാസങ്ങളും അതിൽ ഏതാണ്ട് 400-ലധികം ആളുകൾ മരണപ്പെട്ടു. സർക്കാരിൻ്റെ ഔദ്യോഗിക കണക്കനുസരിച്ച് തന്നെ 437 പേർ എന്നാണ് പറഞ്ഞത്. ഏതാണ്ട് അതിലധികം ആളുകൾ 1585ഓളം ആളുകൾക്ക് പലതരത്തിലുള്ള പരിക്കുകൾ പറ്റി. ഇനിയും ഒരു 500ഓളം ആളുകളെ കാണാനില്ല. എങ്ങനെ പോയി, എവിടെ പോയി എന്ന ഒരു തിട്ടവും ഇല്ല. മണ്ണിനടിയിലുണ്ടോ, വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നൊന്നും അറിയാൻ പോകാതെ ഏതാണ്ട് 2000ഓളം കെട്ടിടങ്ങൾ, വീടുകളും കടകളും സ്കൂൾ കെട്ടിടങ്ങളും ഉൾപ്പെടെ അത് നശിച്ചുപോയി. നിങ്ങളിൽ പലരും ഈ സന്ദർഭത്തിൽ അവിടെ പോയിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുകയാണ്. അവിടെ ചൂരൽമല എന്ന് പറയുന്ന ഒരു ചെറിയ പ്രദേശമാണ്. ചൂരൽമല, മുണ്ടക്കൈ, അതുപോലെ തന്നെ പുഞ്ചിരിമറ്റം, അട്ടമല തുടങ്ങിയ പ്രദേശങ്ങളാണ് ഈ ഉരുൾപൊട്ടലിൻ്റെയും വെള്ളപ്പൊക്കത്തിൻ്റെയും കുത്തൊഴുക്കോടുകൂടി വന്ന ആ മലവെള്ളപ്പാച്ചിലിൽ കടന്നു. നിങ്ങൾ ആരെങ്കിലും അവിടെ പോയിട്ടുണ്ടെങ്കിൽ ആ ദൃശ്യങ്ങളൊക്കെ ഇപ്പോഴും നിങ്ങളുടെ കണ്ണിൽ നിന്ന്, മനസ്സിൽ നിന്ന് മായാനും വഴിയില്ല. അത്ര ഭീതിജനകമായ കാഴ്ചകളാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. അവിടെ ആ ബെയിലി പാലം നിർമ്മിച്ച് സൈന്യം അപ്പോൾ തന്നെ അവിടെ വന്ന് അതിനാവശ്യമായ അക്കരെ കയറുന്നതിനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കി. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ആ ഉരുൾപൊട്ടലുണ്ടായി 3-ാം ദിവസമാണ് ഞങ്ങളവിടെ പോയത്. അവിടെ വെള്ളാർമല സ്കൂളിൻ്റെ പരിസരത്ത് നിന്നുകൊണ്ട് ആദ്യം അവിടേക്ക് ഒന്ന് കാണാൻ വേണ്ടി ശ്രമിച്ചതിന് ശേഷമാണ് സൈന്യം പൂർത്തിയാക്കിക്കൊണ്ടിരുന്ന ബേലി പാലത്തിൽ കൂടി അക്കരെ പോയത്. ഞാൻ അവിടുത്തെ ആ ചിത്രം മൊത്തം വിശദീകരിക്കുന്നതിന് വേണ്ടി സമയമെടുക്കുക. ആ സ്കൂൾ മുഴുവൻ നശിച്ചു. ആ സ്കൂളിൻ്റെ ഒരു കെട്ടിടം മാത്രമാണ് അവശേഷിച്ചിരിക്കുന്നത്. ബാക്കി മുഴുവൻ തകർന്നു. അവിടെ സ്കൂളിൻ്റെ സൈഡിൽ കൂടി ഒഴുകിയിരുന്ന ഒരു ചെറിയ അരുവിയാണ്. നമ്മളിവിടെ അരുവി എന്നാണ് അതിന് പറയുന്നത്. അത്രമാത്രം ചെറിയ ഒരു തോടെന്ന് പോലും, കൈത്തോടെന്ന് പോലും പറയാൻ സാധ്യമല്ലാത്ത നിലയിലുള്ള ആ അരുവിയാണ് രൗദ്രഭാവത്തോടു കൂടി ഒറ്റ രാത്രിയിൽ ഉരുൾപൊട്ടി മണ്ണും പാറയും വലിയ വലിയ പാറ ഉൾപ്പെടെ അത് ഒഴുക്കി കൊണ്ടുവന്ന് അവിടെ മുഴുവൻ. ഇന്ന് അതൊരു 1/2 കിലോമീറ്റർ വീതിയുള്ള ഒരു വലിയ ആറിൻ്റെ രൂപത്തിലാണ് ആ അരുവി നിൽക്കുന്നത്. അതിൻ്റെ മറുവശത്തും ആ പ്രദേശത്തുമായിട്ടുണ്ടായിരുന്ന 100 കണക്കിന് വീടുകളാണ് അവിടെ നഷ്ടപ്പെട്ടിട്ടുള്ളത്. LDF ജില്ലാ കൺവീനറും CPI ജില്ലാ സെക്രട്ടറിയുമായ K. സലീം കുമാർ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ KK ജയചന്ദ്രൻ, KK ശിവരാമൻ, ജോസ് പാലത്തിനാൽ, പ്രൊഫസർ KI ആന്റണി, അനിൽ കൂവപ്പളാക്കൽ, ജോർജ് അഗസ്റ്റിൻ, പോൾസൺ മാത്യു, കോയ അമ്പാട്ട്, KN റോയി, KM ജബ്ബാർ, PK വിനോദ്, C. ജയകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. VV മത്തായി സ്വാഗതം പറഞ്ഞു. പ്രിൻസ് മാത്യു, VR പ്രമോദ്, സുനിൽ സെബാസ്റ്റ്യൻ, മുഹമ്മദ് അഫ്സൽ, മുഹമ്മദ് ഫൈസൽ, TR സോമൻ, PP സുമേഷ്, ശിവൻ നായർ, റെജി കുന്നംകോട്ട്, ജിമ്മി മറ്റത്തിപ്പാറ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. നക്ഷത്ര വിപണിയിൽ തരംഗമാകാൻ നിയോൺ സ്റ്റാറുകൾ എത്തി. റിമോട്ട് ഉപയോഗിച്ച് വ്യത്യസ്ത നിറങ്ങളിലും ഡിസൈനുകളും തെളിയിക്കാം എന്നതാണ് നിയോൺ സ്റ്റാറുകളുടെ പ്രത്യേകത. ക്രിസ്മസ് വിപണിയിലെ നക്ഷത്ര കാഴ്ചകളിലേക്ക്. ക്രിസ്മസ് വിപണിയിൽ ആദ്യ പരിഗണന നക്ഷത്രങ്ങൾക്കാണ്. ഡിസംബർ 1-ാം തീയതി തന്നെ നക്ഷത്ര വിപണി സജീവമാകും.
നക്ഷത്ര വിപണിയിൽ തരംഗമാകാൻ നിയോൺ സ്റ്റാറുകൾ എത്തിക്കഴിഞ്ഞു. റിമോട്ട് ഉപയോഗിച്ച് വ്യത്യസ്ത നിറങ്ങളിലും ഡിസൈനിലും തെളിയിക്കാമെന്നതാണ് നിയോൺ സ്റ്റാറുകളുടെ പ്രത്യേകത. ഡിസംബർ ആദ്യം എത്തിയ കാലാവസ്ഥാ വ്യതിയാനം ആശങ്കപ്പെടുത്തിയെങ്കിലും വിപണി ചൂടുപിടിച്ചു വരുന്നതായി വ്യാപാരികൾ പ്രതികരിച്ചു. 2024 ക്രിസ്മസ് വിപണിയിൽ വന്നിരിക്കുന്ന നിയോൺ സ്റ്റാറുകളും നിയോൺ മൾട്ടി സ്റ്റാറുകളുമാണ്. വിപണി ചൂടായ വന്നിരുന്നുണ്ട്. ബിസിനസ് കഴിഞ്ഞ വർഷത്തെക്കാളും കൂടുതലും കുറച്ചും കൂടി മെച്ചമാണ്. സ്റ്റാർ ഐറ്റങ്ങളാണ് ഈ വർഷം കൂടുതലായിട്ടും പോയിക്കൊണ്ടിരിക്കുന്നത്. ബൾബ് ഐറ്റങ്ങളൊക്കെ അടുത്തൊരു 8 ദിവസം കൊണ്ട് കഴിയുമ്പോഴത്തേക്കും കുറച്ചും കൂടി ചിലവാകും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇപ്പോൾ ക്രിസ്മസിൻ്റെ സെയിൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 2 ദിവസമായിട്ടേ ഉള്ളൂ. ഇപ്പോൾ 2 ദിവസം മഴയായിരുന്നു, പക്ഷേ അതുകൊണ്ട് സ്വല്പം ഇതായിരുന്നെങ്കിലും ഇപ്പോൾ ഈ കൊല്ലം നല്ലൊരു ഇതാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പം പുതിയതായിട്ട് ഇപ്പോൾ നമുക്ക് പുതിയ മോഡൽ സ്റ്റാറുകൾ, അതുപോലെ ക്രിസ്മസ് സെറ്റുകൾ, പുൽക്കൂട്, ബൾബ് സെറ്റുകൾ കാര്യങ്ങളൊക്കെയാണ് ഇത്തവണ വന്നേക്കണേ. അപ്പം ഈ കൊല്ലം നല്ലൊരു വിപണി പ്രതീക്ഷിക്കുന്നുണ്ട്. സ്റ്റാറുകൾക്ക് പുറമെ ക്രിബുകൾ, ക്രിസ്മസ് ട്രീ, ക്രിബ് സെറ്റുകൾ, സാന്റാ ഡ്രസ്, മാസ്കുകൾ, അലങ്കാര ബൾബുകൾ, അലങ്കാര വസ്തുക്കൾ എന്നിവ കൂടുതലായി കടകളിൽ എത്തിക്കുവാനുള്ള തിരക്കിലാണ് കച്ചവടക്കാർ. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. ഇടുക്കി സബ് ജില്ലാ സ്കൂൾ കലോത്സവങ്ങളിൽ വിധികർത്താക്കൾ അഴിമതി നടത്തിയെന്നാരോപിച്ച് ഡാൻസ് ടീച്ചേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ തൊടുപുഴയിലുള്ള DDE ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പെണ്ണമ്മ ജോണി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ട്രഷറർ RLV ഓംകുമാർ മുഖ്യ പ്രഭാഷണം നടത്തി. ഇടുക്കി സബ് ജില്ലാ സ്കൂൾ കലോത്സവങ്ങളിൽ വിധികർത്താക്കൾ അഴിമതി നടത്തിയെന്നാരോപിച്ച് ഡാൻസ് ടീച്ചേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ തൊടുപുഴയിലുള്ള DDE ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റാണ് ഈ പ്രോഗ്രാം കൺവീനർ. ഈ പ്രോഗ്രാം ആർക്കൊക്കെയോ വേണ്ടി കൊടുക്കുന്നു. അവർ ഈ പ്രോഗ്രാം കൺവീനർമാരെ കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ലോ കാസ്റ്റ് ആൾക്കാരെ വിളിച്ചിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം നടത്തുന്നത്. അപ്പോൾ ആരാണ് ഇവിടെ ഏറ്റവും അഴിമതി നടത്തുന്നത്? ഈ പ്രോഗ്രാം കൺവീനർ അല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കുക. നൃത്താധ്യാപകരാണോ? പ്രോഗ്രാം കൺവീനറാണ്. ഇവിടെ അഴിമതി നടത്തുന്ന പ്രോഗ്രാം കൺവീനറാണ്. ജില്ലാ കലോത്സവത്തിലേക്ക് വന്നാൽ അത് DD ആണ് നടത്തേണ്ടത്. DD എന്താ ചെയ്യേണ്ടത്? ആർക്കെങ്കിലും ആ പ്രോഗ്രാം. അപ്പൊ നമ്മുടെ ഈ ഇടുക്കി ജില്ലയിലെ DD എന്താ ചെയ്തതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആ വീഡിയോ ക്ലിപ്പിൽ പറയുന്നത് JP എന്ന് പറഞ്ഞൊരു സാറിന് പറയുന്നുണ്ട്. ഇതാരാണ് ഈ JP? ഈ ഒളിഞ്ഞിരിക്കുന്ന ഈ JP നിങ്ങൾ ഫ്രണ്ടിൽ കൊണ്ടുവരണം. ഈ JP എന്നൊരു അധ്യാപകനാണ്. അധ്യാപകന്റെ പേരിലാണ് ഇവിടെ കൊട്ടേഷൻ പറയുക. ഈ അധ്യാപകൻ വിളിച്ചിട്ടാണ് ഞങ്ങൾ വന്നതാണ് പറയേണ്ടതെന്നാണ് അതിനകത്ത് പറഞ്ഞത്. അപ്പൊ ഈ പറയുന്ന നൃത്താധ്യാപകരാണോ കോഴക്കാര്? നിങ്ങൾ സ്വയം ചിന്തിച്ചു, ആരാണ് കോഴക്കാര്? ഞാൻ നൃത്ത അധ്യാപകരെ കുറ്റം പറയുന്നതിന് മുമ്പായിട്ട് നമ്മുടെ DD ഓഫീസ്, സർക്കാർ, സ്കൂൾ ലെവലിലുള്ള സ്കൂൾ ലെവലിലെ HM എന്നീ വിഭാഗക്കാരോട് അവരുടെ അഴിമതികളാണ് ഞാൻ ഇവിടെ സംസാരിക്കാൻ ഇടയാകുന്നത്. കാരണം സബ് ജില്ലയിൽ ഒരു കുട്ടി എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ സ്കൂളിൽ പല കുട്ടികൾ നൃത്തം പഠിച്ചിട്ടുണ്ട്. അവരിൽ ഒരാളെ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സ്കൂളുകാർ അവിടെ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഇതര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന സിസ്റ്റേഴ്സും ടീച്ചേഴ്സും അധ്യാപകരുമാണ് അവരെ വിധിനിർണ്ണയം ചെയ്യുന്നത്. അത് തന്നെ വലിയ തെറ്റാണ്. കാരണം നൃത്തം പഠിപ്പിക്കുന്ന അധ്യാപകർക്കാണ് നൃത്തത്തെ പറ്റി അറിയാൻ പറ്റുന്നത്. മുദ്രകൾ, അടവുകൾ, സ്റ്റെപ്പുകൾ, അതുപോലെ തന്നെ നവരസങ്ങൾ എന്നുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ ഒരു നൃത്ത അധ്യാപകന് മാത്രമേ സാധിക്കുകയുള്ളൂ. അല്ലാതെ കണക്ക് പഠിപ്പിക്കുകയും മലയാളം പഠിപ്പിക്കുകയും ചെയ്യുന്ന അധ്യാപകന് നൃത്തത്തെ പറ്റി ഒന്നും പറയാൻ സാധിക്കുകയില്ല. അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു കുട്ടിയെ അവിടെ സെലക്ട് ചെയ്ത് വിടുകയാണ്. മറിച്ച് സബ് ജില്ലയിൽ വന്നാലോ, സബ് ജില്ലയിൽ വിധി നിർണ്ണയിക്കുന്നതിന് ആദ്യമായിട്ട് ആ ജില്ലയിൽ നടക്കുന്ന അഴിമതി എന്താണെന്ന് ചോദിച്ചാൽ വിധി നിർണ്ണയിക്കുന്ന അധ്യാപകരെ തെരഞ്ഞെടുക്കേണ്ടത് ശരിക്കും ആ DD ഓഫീസിൽ നിന്ന് ആൾക്കാരാണ്. നൃത്ത അധ്യാപകരെ, അതായത് ഏജ്ഡ് ആയിട്ടുള്ള പ്രഗത്ഭരായ അധ്യാപകരെ മാത്രം വേണം തെരഞ്ഞെടുത്ത് വിധി നിർണ്ണയിക്കാൻ അനുവദിക്കേണ്ടത്. അതിനു പകരം ഏതെങ്കിലും ഒരാൾ വരിക, കലയുമായിട്ട് യാതൊരു തൊട്ടു തണ്ടിട്ടില്ലാത്ത ഒരാളെ വിളിച്ച് ഒരു കൊട്ടേഷൻ കൊടുക്കുകയാണ്. ആ കൊട്ടേഷൻ പണി ഇവിടെ അവസാനിപ്പിക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്.
അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പെണ്ണമ്മ ജോണി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ട്രഷറർ RLV ഓംകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി PK സുരേഷ്, സംസ്ഥാന രക്ഷാധികാരി സുന്ദരേശൻ തലനാട്, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KS സുരേഷ്, ജില്ലാ പ്രസിഡന്റ് രാജമ്മ രാജു, കോട്ടയം ജില്ലാ സെക്രട്ടറി ജോബിൻ ജോണി, ഇടുക്കി ജില്ലാ വൈസ് പ്രസിഡന്റ് അമീന സണ്ണി, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം യമുന റാണി തുടങ്ങിയവർ പ്രസംഗിച്ചു. അഴിമതി നടത്തിയ ഓഫീസർമാർക്കും നൃത്താധ്യാപകർക്കുമെതിരെ നടപടി സ്വീകരിക്കണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കാടുവിട്ട് നാട്ടിലേക്കിറങ്ങിയ കാട്ടുപന്നികൾ ഒടുവിൽ നഗരത്തിലുമെത്തി. തൊടുപുഴ ടൗണിലാണ് ബുധനാഴ്ച രാത്രിയിൽ കാട്ടുപന്നികളെ കണ്ടെത്തിയത്. മങ്ങാട്ടുകോല MB's ടവറിന് സമീപമാണ് ഇവയെ കണ്ടത്. നഗരത്തിലൂടെ ഇവർ കടന്നു പോകുന്നത് CCTV ക്യാമറകളിൽ നിന്നും ലഭ്യമായി. MB's ടവറിൽ ഉണ്ടായിരുന്ന കവി തൊമ്മങ്കുത്ത് ജോയി ഇവയെ കണ്ടിരുന്നു. ശബ്ദം കേട്ട് പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് കാട്ടുപന്നികളെ കണ്ടതെന്ന് തൊമ്മങ്കുത്ത് ജോയി പറഞ്ഞു. എൻ്റെ പേര് തൊമ്മങ്കുത്ത് ജോയി എന്നാണ്. ഞാൻ MB ടിമ്പേഴ്സിലെ രാത്രി കാവൽക്കാരനാണ്. വ്യാഴാഴ്ച വെളുപ്പിന് 2 മണിയായപ്പോൾ ഞാനൊരു അനക്കം കേട്ട് പുറത്ത് ഇറങ്ങിയപ്പോൾ 2 കാട്ടുപന്നി വന്ന് മെയിൻ റോഡിൽ തന്നെ നടന്ന് വന്നുകൊണ്ടിരിക്കുന്നു. കുറേ നേരം ഞാൻ കൗതുകത്തോടുകൂടി നോക്കി നിന്നു. പിന്നെ അല്പം കൂടെ റോഡിലേക്ക് ഇറങ്ങി ചെന്നപ്പോൾ ഇത് 2 കൂടെ തിരിച്ച് ഓടി ന്യൂമാൻ കോളേജിൻ്റെ ആ ഭാഗത്തേക്ക് കടന്നു പോകുന്നുണ്ട്. അപ്പോൾ പട്ടണത്തിൽ ഇങ്ങനെ കാട്ടുപന്നിനെ കാണുകയെന്ന് പറഞ്ഞാൽ ഒരു കൗതുകം തോന്നിയ കാരണം കുറേ നേരം പുറകെ സഞ്ചരിച്ചു. പിന്നെ അപ്പോൾ വേഗത്തിൽ ഓടി പോകുക. ഏതാണ്ട് ഒരു 40 കിലോയ്ക്ക് മേലെയുണ്ട് വലുപ്പം. രണ്ടെണ്ണം ഒരേ രീതിയിലുള്ള വലുപ്പത്തിലുള്ള കാട്ടുപന്നിയാണ്. അടി ഉയരമുള്ള ക്രിസ്മസ് ട്രീ നിർമ്മിച്ച് വാഴക്കുളം ചാവറ ഇന്റർനാഷണൽ അക്കാദമി. ക്രിസ്മസ് എന്നത് ആഘോഷങ്ങൾ മാത്രമായി മാറുന്ന ഈ കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾ നന്മയുടെയും സ്നേഹത്തിൻ്റെയും പ്രതീകമായി സമൂഹത്തിലേക്ക് പടരണമെന്ന ലക്ഷ്യത്തോടെയാണ് ഉയരമേറിയ ട്രീ നിർമ്മിച്ചതെന്ന് പ്രിൻസിപ്പൽ ഫാദർ ഡിനോ കള്ളിക്കാട്ട് CMI പറഞ്ഞു. വാഴക്കുളം ചാവറ ഇന്റർനാഷണൽ അക്കാദമിയിൽ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി നിർമ്മിച്ച 35 അടി ഉയരമുള്ള ക്രിസ്മസ് ട്രീ വിദ്യാർത്ഥികളിലും രക്ഷിതാക്കളിലും ഒരുപോലെ കൗതുകമുണർത്തി. And for this Christmas celebration, we just created a huge 35 feet Christmas tree. And I was actually amazed by the size and this humongous nature. I never expected this kind of tree to be here. I never expected that. This tree was actually, it's one of the first times in Chawra International Academy we made such a huge tree. It's not just a Christmas tree, it symbolizes the hope and unity of Chawra International Academy and the Christmas spirit we share this Christmas. When I saw this tree, it just reminded me of how joyful and happy Christmas is supposed to be. It really helped out bring true spirits of joy and happiness in CIE. I'm so proud that Chawra International are having a huge tree in this our school, and I'm so appreciated that. This tree is a tall, beautiful tree. Look at its beautiful ornaments and lights. I wonder, why is this tree so tall? Look at that bell all the way up there. That is so amazing. വൈസ് പ്രിൻസിപ്പൽ ജിത്തു തൊട്ടിയിൽ CMIയുടെ നേതൃത്വത്തിൽ അധ്യാപകർ, അനധ്യാപകർ, PTA എന്നിവരുടെ ശ്രമദാനമായാണ് 35 അടി ഉയരത്തിൽ കൂറ്റൻ ക്രിസ്മസ് ട്രീ ഒരുക്കിയത്. ക്രിസ്മസ് എന്നത് ആഘോഷങ്ങൾ മാത്രമായി മാറുന്ന ഈ കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾ നന്മയുടെയും സ്നേഹത്തിന്റെയും പ്രതീകമായി സമൂഹത്തിലേക്ക് പടരണമെന്ന ലക്ഷ്യത്തോടെയാണ് ഉയരമേറിയ ക്രിസ്മസ് ട്രീ നിർമ്മിച്ചതെന്ന് പ്രിൻസിപ്പൽ ഫാദർ ഡിനോ കള്ളിക്കാട്ട് പറഞ്ഞു. ക്രിസ്മസ് ട്രീയിൽ ഈ ചാവറ ഇൻ്റർനാഷണൽ അക്കാഡമിയുടെ നടുമുറ്റത്ത് ഈ 35 അടിയോളം ഉയരമുള്ള ഈ ക്രിസ്മസ് ട്രീയുടെ ഉയരത്തിന് പിന്നിൽ ഒരു നല്ല ഉദ്ദേശവും കൂടിയാണ്. കുട്ടികളിൽ ഇത് നന്മയുടെ പ്രതീകം എത്തിക്കുക അല്ലെങ്കിൽ നന്മയുടെ പ്രതീകം കൊടുക്കുക എന്നുള്ള ആശയമാണ്. നമുക്കറിയാം, മരങ്ങൾ ശാഖകൾ വിടർത്തിയാണ് വലുതാവുന്നത്. ചാവറ ഇൻ്റർനാഷണൽ അക്കാഡമിയിലെ കുട്ടികളും ട്രീകളായി അല്ലെങ്കിൽ മരങ്ങളായി ശാഖകൾ വിടർത്തി സമൂഹങ്ങളിലേക്ക് വളരണം എന്ന വലിയ സന്ദേശം ഞങ്ങൾ ഇതിലൂടെ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പിന്നിൽ നല്ല പ്രയത്നമുണ്ടായിരുന്നു. ഒത്തിരി വ്യക്തികളുടെ സഹായ സഹകരണങ്ങളുണ്ടായിരുന്നു. പ്രത്യേകമായ വിധം ഞങ്ങൾ ഓർത്തെടുക്കുന്നത് ബൈജു, മാത്യു, റോയ്, റെജി, അജിൽ,
ബിപിൻ എന്നീ ഞങ്ങളുടെ തന്നെ സ്റ്റാഫുകളെയാണ് പ്രത്യേകം ഓർക്കുന്നത്. അവർ രാപകൽ ഇവിടെ ഉണ്ടായിരുന്നു, എന്നോടുകൂടി ചേർന്നിരുന്ന് വർക്ക് ചെയ്ത് പണി ചെയ്താണ് ഇവരിത് വലുതാക്കിയെടുത്തിരിക്കുന്നത്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. പ്രത്യേകം വിധം ഇതിൻ്റെ ചുക്കാൻ പിടിച്ചിരുന്ന ബഹുമാനപ്പെട്ട ജിത്തു തൊട്ടിലച്ഛൻ, ഞങ്ങളുടെ തന്നെ കോ പ്രിൻസിപ്പൾ, അച്ഛനും പ്രത്യേക അഭിനന്ദനങ്ങൾ. അച്ഛൻ്റെ നേതൃത്വത്തിലാണ് ഇത് ഇവിടെ ഉയർത്തുവാൻ സാധിച്ചത്. അച്ഛന് പ്രത്യേക അഭിനന്ദനങ്ങൾ പറയുന്നു. ഒപ്പം എല്ലാവർക്കും ക്രിസ്മസിൻ്റെ പുതുവത്സരത്തിൻ്റെയും മംഗളങ്ങൾ ഒത്തിരി നേരത്തെ തന്നെ ആശംസിക്കുകയും ചെയ്യുന്നു. ഇടുക്കി ശാന്തൻപാറ ICAR ബാപ്പുജി കൃഷി വിജ്ഞാപന കേന്ദ്രത്തിൽ ലോക മണ്ണ് ദിനാചരണം നടത്തി. മാനേജ്മെന്റ് പ്രതിനിധി റേച്ചൽ സക്രിയയുടെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ മണ്ണ് പരിശോധനാ സർട്ടിഫിക്കറ്റുകളുടെ വിതരണവും നടത്തി. സയന്റിസ്റ്റ് മഞ്ജു ജിൻസി വർഗീസ് ക്ലാസ് നയിച്ചു. 150ഓളം കർഷകർ പരിപാടിയിൽ പങ്കെടുത്തു. ഇടുക്കി ശാന്തൻപാറ ICAR ബാപ്പുജി കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ ലോക മണ്ണു ദിനാചരണം നടത്തി. KVK സീനിയർ സയന്റിസ്റ്റും ഹെഡുമായ ഡോക്ടർ മാരിമുത്ത് സ്വാഗതം ആശംസിച്ചു. മണ്ണു പരിശോധനാ സർട്ടിഫിക്കറ്റുകളുടെ വിതരണം, സോയിൽ ഹെൽത്ത് മാനേജ്മെന്റ് എന്ന വിഷയത്തിൽ സയന്റിസ്റ്റ് മഞ്ജു ജിൻസി വർഗീസ് ക്ലാസ് നയിച്ചു. അക്ഷയശ്രീ മിഷൻ പഞ്ചായത്ത് കോർഡിനേറ്റർ CM സുരേഷ്, ഡോക്ടർ S ജയബാബു, CG ബിനീഷ്, VD ബാബു, മഞ്ജു എന്നിവർ പ്രസംഗിച്ചു. 150ഓളം കർഷകർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ബിസിനസ് വാർത്ത. ബേബി കെയർ ദ കിഡ്സ് ഷോപ്പിന്റെ 57ാം ബ്രാഞ്ച് തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു. PJ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. ന്യൂ ബോൺ ബേബീസ് മുതൽ 8 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ട ഗാർമെന്റ്സ്, ഷൂസ്, ടോയ്സ്, നഴ്സറി ഫർണിച്ചർ, ന്യൂ ബോൺ ആക്സസറീസ് എന്നിവ മികച്ച നിലവാരത്തിലും ഗുണമേന്മയിലും ഇവിടെ നിന്നും ലഭ്യമാണ്. 2006 കോഴിക്കോട് പ്രവർത്തനം ആരംഭിച്ച കേരളത്തിലുടനീളവും മംഗലാപുരത്തും നിരവധി ശാഖകളുള്ള ബേബി കെയർ ദി കിഡ്സ് ഷോപ്പിന്റെ 57ാമത് ബ്രാഞ്ചാണ് തൊടുപുഴ വെങ്ങല്ലൂരിൽ സ്മിത ഹോസ്പിറ്റലിന് എതിർവശം പ്രവർത്തനം ആരംഭിച്ചത്. ന്യൂബോൺ ബേബീസ് മുതൽ 8 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ആവശ്യമായ ഗാർമെന്റ്സ്, ഷൂസ്, ടോയ്സ്, നഴ്സറി ഫർണിച്ചർ, ന്യൂബോൺ ആക്സസറീസ് മുതലായ എല്ലാവിധ ഉൽപ്പന്നങ്ങളും മികച്ച നിലവാരത്തിലും ഗുണമേന്മയിലും ഇവിടെ നിന്ന് ലഭ്യമാണ്. നിരവധി വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ PJ ജോസഫ് MLA സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്മിത ഹോസ്പിറ്റൽ ഗസ്റ്റ് റിലേഷൻ ഓഫീസർ രേഖാഞ്ജലി, ബേബി കെയർ മാനേജിംഗ് ഡയറക്ടേഴ്സായ വിക്രം നായർ, പ്രേമാനന്ദൻ, രാജു തരകൻ, സാബു സെബാസ്റ്റ്യൻ എന്നിവർ ചേർന്ന് ആദ്യ വിൽപ്പന നടത്തി. വാർഡ് കൗൺസിലർ സഷ്മി ഷിംനാസ്, ബേബി കെയർ മാനേജ്മെന്റ്, കുടുംബാംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. 8 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ആവശ്യമായ ഉപകരണങ്ങൾക്ക് പുറമെ മെറ്റേണിറ്റി ഉൽപ്പന്നങ്ങളും ഇവിടെ നിന്ന് ലഭ്യമാണ്. സ്ട്രെച്ച് മാർക്ക് ക്രീം, മെറ്റേണിറ്റി വെയർ തുടങ്ങിയവയും കുട്ടികൾക്കുള്ള ഇൻഫന്റ് ബാത്ത് ടബ്, ഹൂഡഡ് ടവൽ, മസാജ് ഓയിൽ, ബേബി കോമൻ ബ്രഷ്, സ്ലീപ്പ് സ്യൂട്ട്, ബോഡി സ്യൂട്ട്സ്, ന്യൂബോൺ ആക്സസറീസ്, ബേബി ബെഡ്, നെറ്റ്, മട്രസ്, കാർ സീറ്റ്, ഡയപ്പർ ബാഗ്, പേരന്റിംഗ് ഐറ്റംസ് തുടങ്ങി എല്ലാവിധ ബേബി കെയർ ഉൽപ്പന്നങ്ങളും സ്ഥാപനത്തിൽ മികച്ച ഗുണമേന്മയോടെ ലഭ്യമാക്കുന്നു.
ചടങ്ങിൽ ഇന്നേ ദിവസം ജന്മദിനം ആഘോഷിക്കുന്ന കുട്ടികൾ ചേർന്ന് കേക്ക് കട്ടിങ്ങും ആദ്യ വിൽപ്പന സ്വീകരണവും നിർവഹിച്ചു. ഞങ്ങൾ 12 സുഹൃത്തുക്കൾ ചേർന്ന് നടത്തുന്ന ഒരു സംരംഭമാണിത്. 2008 കോഴിക്കോട് നിന്ന് ആരംഭിച്ച് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി കേരളം വിട്ട് മംഗലാപുരത്തും ഉൾപ്പെടെ 57 ഷോറൂംസ് നിലവിൽ ഞങ്ങൾക്കുണ്ട്. അതിൻ്റെ 57ാമത്തെ ഷോറൂമാണ് ഇന്ന് തൊടുപുഴയിൽ ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. കൊച്ചു കുഞ്ഞുങ്ങൾ, അതായത് ഹോസ്പിറ്റലിലേക്ക് അമ്മമാർ ഡെലിവറിക്ക് പോകുന്ന സമയം തൊട്ട് 8 വയസ്സ് വരെ ഒരു കുഞ്ഞിന് വേണ്ട എല്ലാ പ്രോഡക്റ്റുകളും അതിൻ്റെ ക്വാളിറ്റിയിലും സാധാരണക്കാർക്ക് അഫോർഡബിൾ ആകുന്ന ഒരു വിലയിലും എത്തിക്കുവാൻ ഞങ്ങൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ഈ നാട്ടിലുള്ള എല്ലാവരുടെയും സഹകരണം ഇതിനുണ്ടാകണമെന്ന് അപേക്ഷിച്ചു. പിണ്ടിമന ഗവൺമെന്റ് UP സ്കൂളിൽ കാർഷിക ക്ലബിന്റെയും പച്ചക്കറിത്തോട്ടത്തിന്റെയും ഉദ്ഘാടനവും കാർഷിക ബോധവൽക്കരണ ക്ലാസും നടത്തി. നനബ് എന്ന പേരിൽ നടത്തപ്പെട്ട ഈ കാർഷിക വിജ്ഞാന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസ്സി സാജു ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിബി പോൾ അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ സന്നിഹിതരായിരുന്നു. പിണ്ടിമന ഗ്രാമപഞ്ചായത്തും മരീൻ അക്കാദമി ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസും കോതമംഗലം എൽദോ മാർ ബെസോലിയസ് കോളേജ് സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റും പിണ്ടിമന ഗവൺമെന്റ് UP സ്കൂളും സംയുക്തമായാണ് കാർഷിക സെമിനാറും പച്ചക്കറിത്തോട്ട നിർമ്മാണ ഉദ്ഘാടനവും സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയത്. നനവ് എന്ന പേരിൽ നടത്തപ്പെട്ട ഈ കാർഷിക വിജ്ഞാന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസ്സി സാജു ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളിൽ കൃഷിസ്നേഹം വളർത്തുന്നതിനും കാർഷിക അറിവുകൾ പകരുന്നതിനും ലക്ഷ്യമിട്ടാണ് ഇത്തരം പ്രോഗ്രാമുകൾ നടത്തുന്നതെന്ന് പ്രസിഡന്റ് പറഞ്ഞു. ഗവൺമെന്റ് തലത്തിൽ എല്ലാ കാര്യങ്ങൾക്കും പ്രത്യേകത ധാരാളം കൃഷിക്കാരെ ഉദ്ദേശിച്ച് ധാരാളം സബ്സിഡികൾ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനം കുട്ടികളെ കൃഷി പഠിപ്പിക്കുക, പുതിയ തലമുറകളെ കൃഷി പഠിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും, അതായത് നമ്മുടെ ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനമായ ലക്ഷ്യം. അപ്പം ആ ലക്ഷ്യത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് സോഷ്യൽ വർക്ക് കുട്ടികൾ. ഇവർക്ക് ധാരാളം വേറെ പദ്ധതികളൊക്കെ നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ആവിഷ്കരിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ അതൊന്നും ചെയ്യാതെ ഈ കൃഷിയായിട്ട് ബന്ധപ്പെട്ട പുതിയ തലമുറയിലെ കുട്ടികളെ കൃഷിയായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം, ഒരു ചെറിയ കാര്യം പോലും നിങ്ങളെ പഠിപ്പിക്കാൻ കഴിയുകയാണെങ്കിൽ പുതിയ തലമുറയിലെ കുട്ടികളെ സംബന്ധിച്ച് വളരെ പ്രയോജനമുള്ളത്. എന്തായാലും ഇവർ വളരെ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിബി പോൾ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ പിണ്ടിമന കൃഷിഭവൻ ഓഫീസർ ഷൈല CM കുട്ടികൾക്ക് കാർഷിക ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ഹെഡ് മിസ്ട്രസ് ലിജി വി പോൾ, വാർഡ് മെമ്പർ ലത ഷാജി, ഗ്രാമപഞ്ചായത്ത് മെമ്പർ SM അലിയാർ, ഫാക്കൽറ്റി മെമ്പർ കെസിയ മോൾ മാത്യു, രശ്മി B ജയകുമാർ എന്നിവർ പ്രസംഗിച്ചു. അക്സാസ് കറിയ, ഗബ്രിയ മേരി സെബാസ്റ്റ്യൻ, അമിത M ജോർജ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. ഇനി ക്രിസ്മസ് കാഴ്ചകൾ. ക്രിസ്മസ് വരവായതോടെ തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപമുള്ള അയോണ ഫാൻസിയിൽ നക്ഷത്ര തിളക്കം.
വിവിധ മോഡലുകളിലുള്ള നക്ഷത്രങ്ങളാണ് ഇവിടെ വിൽപ്പനയ്ക്ക് എത്തിയിരിക്കുന്നത്. അയോണയിലെ ക്രിസ്മസ് കാഴ്ചകൾ. തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് സമീപമുള്ള അയോണ ഫാൻസിയിൽ ക്രിസ്മസ് വിപണി ആരംഭിച്ചു കഴിഞ്ഞു. LED സ്റ്റാറും എല്ലാവിധ LED സ്റ്റാറുകളും അതുപോലെ പേപ്പർ സ്റ്റാറുകളും പിന്നെ ക്രിസ്മസ് ട്രീ അലങ്കരിക്കാനുള്ള എല്ലാവിധ ഡെക്കറേഷൻ ഐറ്റംസുകളും പുൽക്കൂട് പിന്നെ ക്രിപ്സെറ്റ് തുടങ്ങിയ എല്ലാവിധ ക്രിസ്മസ് ഐറ്റംസും എത്തിയിട്ടുണ്ട്. ഈ ക്രിസ്മസ് വിപണിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യും. വർണ്ണദീപങ്ങളാൽ തിളങ്ങി നിൽക്കുകയാണ് തൊടുപുഴ KSRTC ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ജോവാൻസ് റീജൻസി. ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് രാത്രിയാകുന്നതോടെ ഹോട്ടലും പരിസരവും ദീപ അലങ്കൃതമാണ്. ജോവാൻസ് റീജൻസിയിലെ കാഴ്ചകൾ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഏരീസ് കലാനിലയത്തിന്റെ ആഭിമുഖ്യത്തിൽ രക്തരക്ഷ തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു. തൊടുപുഴ MLA PJ ജോസഫ് പ്രദർശനോദ്ഘാടനം നിർവഹിച്ചു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പുനരധിവാസത്തിനായി കേരളത്തിന് സഹായം നൽകാത്ത കേന്ദ്ര സർക്കാർ സമീപത്തിനെതിരെ LDF നേതൃത്വത്തിൽ തൊടുപുഴയിൽ പോസ്റ്റൽ സൂപ്രണ്ട് ഓഫീസിന് മുന്നിലേക്ക് മാർച്ചും ധർണയും നടത്തി. CPI കേന്ദ്ര എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് K പ്രകാശ് ബാബു ഉദ്ഘാടനം ചെയ്തു. നക്ഷത്ര വിപണിയിൽ തരംഗമാകാൻ നിയോൺ സ്റ്റാറുകൾ എത്തി. റിമോട്ട് ഉപയോഗിച്ച് വ്യത്യസ്ത നിറങ്ങളിലും ഡിസൈനുകളും തെളിയിക്കാം എന്നതാണ് നിയോൺ സ്റ്റാറുകളുടെ പ്രത്യേകത. മുപ്പത്തഞ്ചടി ഉയരമുള്ള ക്രിസ്മസ് ട്രീ നിർമ്മിച്ച വാഴക്കുളം ചാവറ ഇന്റർനാഷണൽ അക്കാദമി. കാടുവിട്ട് നാട്ടിലേക്ക് ഇറങ്ങിയ കാട്ടുപന്നികൾ ഒടുവിൽ നഗരത്തിലുമെത്തി. തൊടുപുഴ ടൗണിലാണ് ബുധനാഴ്ച രാത്രിയിൽ കാട്ടുപന്നികളെ കണ്ടെത്തിയത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.